ഈ പുതുസഭയിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ അടിയങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിനും അതുപോലെ തന്നെ സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. I thank God Almighty and the interpreter for this opportunity to administer the word of God in this new assembly. പ്രത്യേകിച്ച് പുതുതായി കടന്നു വന്ന സിസ്റ്റർ ബിന്നോ സ്വാഗതം ചെയ്യുന്നു. Especially would want to welcome our dear sister Bellona, who has come for the first time. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ വചന ശുശ്രൂഷയ്ക്കായി സെക്രിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കാം. For our brief meditation today, please turn with us to the book of Zechariah, chapter 4, verses 10. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെറുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകെട്ട സന്തോഷിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ മനോഹരമായ ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി. ഇപ്പോൾ അവിടുത്തെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം. സംസാരിക്കാൻ അടിയനും കൃപ നൽകി അനുഗ്രഹിക്കണം. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രിയ സഹോദരൻ അവിടുന്ന് കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ 100, 60, 30 മേനിയെ കൊയ്യുവാനായിട്ട് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് സ്വീകരിക്കുമാറാണമേ. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. I'm believing that you are familiar with the background of this portion. പഴയ നിയമത്തിൽ നിന്നായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോകാം. As it is from the Old Testament, I would just briefly be giving the background. BC 428 കാലഘട്ടത്തിൽ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ യഹൂദ ജനത 70 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് അവരുടെ ദേവാലയം പണിയുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ദേവാലയം പണിയുന്നതിന് വേണ്ടി യെരുശലേമിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണിത്. In context, it is describing a brief portion in BC 428 after 70 years of exile when the children of Israel are coming back to Babylon. Not Babylon, Israel. Coming back to Israel from exile in Babylon. Okay. അപ്പോൾ അവരുടെ ദേവാലയവും അതുപോലെ തന്നെ നഗരം ഒക്കെ തകർക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. And as they come back, they see that their temple and everything was destructed. അവിടുത്തെ ഗവർണർ സെറുബ്ബാബേലായിരുന്നു. And the governor of the place at the time was Zerubbabel. സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന്, രണ്ടാമത്തെ ദേവാലയത്തിന് അടിസ്ഥാനമിടുവാൻ അവർ ആലോചിക്കുകയാണ്. And at the regime of Zerubbabel, they are in talks and plans to re-establish that temple. അതിന് രണ്ടാമത്തെ ദേവാലയം എന്നാണ് പറയുന്നത്. They are calling it the second temple. അപ്പോൾ സെക്രിയ പ്രവാചകനെ ദൈവം ദേവദൂതനെ അയച്ച് ബലപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. And here we see a portion where they are encouraging Zerubbabel with the angel of the Lord. ഈ രണ്ടാമത്തെ ദേവാലയം പണിയുമ്പോൾ when we are constructing the second temple, ആദ്യത്തെ ദേവാലയവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ദേവാലയം പണിയാനുള്ള സോഴ്സസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, if it is being compared against the sources that were used to build the first temple, അന്ന് സോളമനായിരുന്നു പണിതത്. Solomon built that temple. അതായത് ഒത്തിരിയേറെ റിസോഴ്സസ് ഉണ്ടായിരുന്നു. And at the time they had many resources. സ്വർണവും വെള്ളിയും തടിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ആത്മാവിനാൽ നിറച്ച ശില്പികളും ഉണ്ടായിരുന്നു. Yeah, at the time Solomon had gold, silver, wood and people and spiritually enlightened carpenters and tradesmen. എന്നാൽ ഈ ദേവാലയം ഇപ്പോൾ ഇതിന് അടിസ്ഥാനമിടുമ്പോൾ സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിലുള്ള ജനത വളരെ കുറച്ചായിരുന്നു. And in comparison, the resources that Zerubbabel had to establish the second temple was very limited. അപ്പോൾ അവിടെ 6-ാം വാക്യം തൊട്ട് വായിച്ചാൽ ഇങ്ങനെ പറയുകയാണ്. അവൻ എന്നോട് ഉത്തരം പറഞ്ഞ എന്തെന്നാൽ, സെറുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാണിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. And we read in verse 6, so he answered and said to me, this is the word of the Lord to Zerubbabel, not by might nor by power, but by the Spirit, says the Lord of hosts. സെറുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ നീ സമഭൂമിയായി തീരും, അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. And onwards in verse 7 we read, who are you, O great mountain? Before Zerubbabel you shall become a plain,
and he shall bring forth the capstone with shouts of grace, grace to it. 8-9 കൂടെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ സെറുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. And in verses 8 and 9 we read, moreover the word of the Lord came to me saying, the hands of Zerubbabel have laid the foundation of this temple, his hands shall also finish it. Then you will know that the Lord of hosts has sent me to you. ഇനിയാണ് 10-ാം വാക്യം നമ്മൾ ആദ്യം വായിച്ചത്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. Now we come to the verse 10 that we read initially. For who has despised the day of small things? For these 7 rejoice to see the plumb line in the hand of Zerubbabel. They are the eyes of the Lord, which scan to and fro throughout the whole earth. സെറുബാബേലിന്റെ മുമ്പിൽ ഒരു മഹാപർവ്വതമുണ്ടായിരുന്നു. There was a great mountain in front of Zerubbabel. എന്താണ് പർവ്വതം? What is that mountain? ഇല്ലായ്മയുടെ പർവ്വതം. A mountain of nothingness. അതായത് അന്ന് ഞാൻ പറഞ്ഞു സോളമന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒന്നും സെറുബാബേലിനില്ലായിരുന്നു. A mountain of limitations. അവിടെ ആൾക്കാരില്ല, He does not have people. അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസ് ഇല്ല. He does not have materials. ഇതൊന്നുമില്ലാതെയാണ് സെറുബാബേൽ ഈ ദേവാലയം പണിയാനായിട്ട് പോകുന്നത്. And here we see a Zerubbabel who is going to build a temple without any resources. അതുകൊണ്ടാണ് ദൈവദൂതൻ സെക്രിയാവിലൂടെ വന്ന് സെക്രിയാവിനോട് പറഞ്ഞ് സെറുബാബേലിനെ ബലപ്പെടുത്തുകയാണ്. സെറുബാബേലെ നീ ഭയപ്പെടേണ്ട, സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്ര ഇത് പണിയപ്പെടാൻ പോകുന്നത്. And that is the reason why the angel of the Lord was sent to Zerubbabel to encourage him, to remind him that it is not by might nor by power but by the Spirit that he will build this temple. ആ മഹാപർവ്വതത്തെ പറയുകയാണ് അത് സമഭൂമിയായി തീരും. The angel of the Lord says of that great mountain that Zerubbabel is എന്ന് വെച്ചാൽ ഇല്ലായ്മയെ ഒന്നും അത് ഇല്ലായ്മ അതിനൊരു പ്രശ്നമാകുകയില്ല. that his limitations will not be a problem in front of him. നമ്മുടെ മുമ്പിലുള്ള വലിയ പർവ്വതങ്ങളെ സമഭൂമിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. Our Lord is capable of making a great mountain into a plain in front of അതിന് him. കാരണം പറയുന്നുണ്ട് അവിടെ അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. And it is said that he shall bring forth the capstone with shouts of grace to it. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവാലയം പണിയുന്നത് ദൈവത്തിന്റെ കൃപയാലായിരിക്കും, സെറുബാബേലിന്റെ ശക്തിയാലോ സൈന്യത്താലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാൽ ഈ ആലയം പണിയപ്പെടുമെന്നാണ് അവിടെ പരാമർശിക്കുന്നത്. It once again reminds us that this temple will be built upon the foundation of grace and not by might or power. എന്നിട്ട് അവിടെ 10-ാം വാക്യം സൂക്ഷിച്ച് പഠിക്കണം. അവിടെ പറയുകയാണ് അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു. Let us look at verse 10 closely, where it says, for who has despised the day of small things? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിരോധ ഗ്രാമറിൽ പറയുകയാണ്. അതായത് അത് ദൈവം തുച്ഛീകരിക്കുന്നില്ല ഈ അല്പകാര്യത്തെ എന്നാണ് പറഞ്ഞു വരുന്നത്. It is a contradiction in itself by saying that that no one has despised the day of small things. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അതുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. That is why a question mark is presented there. എന്നിട്ട് പറയാണ് സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട് സന്തോഷിക്കുന്നു. We see that the eyes of the Lord that scan to and fro throughout the whole earth is in the hand of Zerubbabel. സെറുബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകെട്ടയുണ്ട് ഇപ്പോൾ. The plumb line is in hand of നിങ്ങൾക്കറിയാം Zerubbabel. തൂക്കുകെട്ട എന്തിനാ ഉപയോഗിക്കുന്നത് അല്ലേ? We know why a plumb line is used. അതായത് പണിക്കാർ ഇഷ്ടികകൾ പണിയുമ്പോൾ അല്ലെങ്കിൽ പെടുത്ത് പണിയാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട് പണിയാൻ തുടങ്ങുമ്പോൾ അത് ലെവലാണോ നോക്കുന്ന ലെവലറാണോ അത്. Plumb line is a leveling tool that the builders use for the civil works while laying the bricks. ആ തൂക്കുകെട്ട് പിടിച്ചുകൊണ്ടാണ് ഒരു പണിക്കാരൻ പണി തുടങ്ങാൻ പോകുന്നത്. They hold the plumb line in the hand and to begin the work. അതൊരു തുടക്കമാണ്. That is just the beginning. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അല്പകാര്യം, ഈ ചെറിയ കാര്യം ആദ്യത്തെ മഹാദേവാലയത്തെ കണ്ടവർ നമുക്കറിയാം. മഹാദേവാലയത്തെ കണ്ട് ഈ 2ാമത്തെ ദേവാലയത്തിന് അടിസ്ഥാനം വിടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We see that the people who have seen the first temple, when they were laying the foundation for the second temple, cried. അപ്പോൾ ഈ ആ ദേവാലയവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ 2ാമത്തെ ദേവാലയം പണിയപ്പെടാൻ പോകുന്ന അവസ്ഥ വളരെ ചെറുതാണ് അല്ലെങ്കിൽ തുച്ഛമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. When we compare the construction of the 2 temples, the second temple is constructed in a smaller scale. എന്നാൽ അവിടെ പറയുന്ന യഹോവയുടെ ഈ 7 കണ്ണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. We see that the eyes of the Lord are pleased with the plumb line in the hand of Zerubbabel. കഴിഞ്ഞ 70 വർഷമായി ആ ദേവാലയം നശിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. For the last 70 years that
temple has been laid destructive. അവിടെ ആരാധനയില്ലായിരുന്നു, യാഗങ്ങളില്ലായിരുന്നു. There was no worship, there was no offering. അവിടെ നഗരം നശിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. The city was demolished. എന്നാൽ ഇവിടെ ഇന്ന് ഒരു തുടക്കം കുറിക്കുകയാണ് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ. But here we see Zerubbabel at the beginning of a new. ആ തുടക്കം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കുകയാണ്. സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. And here we see the Lord taking delight in that beginning. എന്ന് വെച്ചാൽ ആ സ്മോൾ ബിഗിനിങ്ങിനെ അല്ലെങ്കിൽ ചെറിയ കാര്യത്തെ കണ്ട് ദൈവം സന്തോഷിക്കുകയാണ്. We see that it pleases the Lord to see that small start. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, And this is the reason why I was saying നമ്മളും this. ഇവിടെ ഒരു ചെറിയ ഒരു ചർച്ചിന് അടിസ്ഥാനമിടുകയാണ് ചെയ്തത്. We are laying the foundations of a small church over here. നമ്മളിവിടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. We are very few in number, തുച്ഛമായിട്ട് ആൾക്കാരേ ഉള്ളൂ. very few in scale. എന്നാൽ ദൈവം അത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. But the Lord pleases in it. ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ, ദൈവം നമ്മളെ കൃപ തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് തുടക്കാൻ കഴിയുമായിരുന്നില്ല. If the Lord was not with us, if the Lord did not provide us with the grace, we would not be able to go ahead. അതുകൊണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ 4 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. And on the basis of this, I would like to remind you of 4 things. ഒന്നാമത്തെ കാര്യം, God always pleased with the small things for starting. God always is pleased with the small things in the starting. ദൈവം ചെറിയ കാര്യങ്ങളിൽ ആണ് പ്രസാദിക്കുന്നത്. God takes delight in the smaller things. ഉദാഹരണത്തിന് ഞാൻ ചില 2-3 കാര്യങ്ങൾ പറയാം. I will just say a couple of examples. ദൈവം മോശയെ, അതായത് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന മോശയെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാനിടയായി തീർന്നു. We see Moses, who was in exile, sent to the Pharaoh. അന്നുണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരെ ഒന്നുമല്ല അയച്ചത്. He did not send any of the other kings available at the time. ഫറവോയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയി മിദ്യാൻ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മോശയെ ദൈവം നിയോഗിച്ചു. We see God used Moses, who was in exile, who was away from the land of Egypt at the time. അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാജാവായ ഈജിപ്തിന്റെ രാജാവായ ഫറവോയുടെ മുമ്പിലേക്ക് മോശയെ ദൈവം പറഞ്ഞയച്ചു, ഒറ്റയാളായി. And we see one of the biggest leaders at the time, Pharaoh, was presented with Moses by our God. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ, നമ്മളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു രാജാവിൻ്റെ സന്നിധിയിൽ പോയി സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. മോശയും ആദ്യം ഡിനേ ചെയ്തതാണ്. എന്നാൽ മോശയും ആറോനെയും കൂട്ടി ദൈവം പറഞ്ഞയച്ചു. Just like how we would never consider to do such a thing, even Moses resisted, but God's will was to send Moses and Aaron to the Pharaoh. രണ്ടാമത്തെ കാര്യം, ദാവീദ് എന്ന ഇടയ ബാലനെ ദൈവം ഗോലിയാത്തിനെ കൊല്ലുവാനും അതുപോലെ തന്നെ ഇസ്രായേലിനെ ഭരിക്കാനുമായി തെരഞ്ഞെടുത്തു. As a second example, we know that God used David to slay Goliath and deliver his people. ദാവീദ് ഒരു ഇടയ ബാലനായിരുന്നു. David was just a shepherd boy. അവന് പ്രാവണ്യം ഉണ്ടായിരുന്നത് വീണ വായിക്കാനും അല്ലെങ്കിൽ സംഗീതത്തിലും മാത്രമായിരുന്നു. He was only talented in playing the harp and music. ദാവീദ് ഒരിക്കലും ഒരു അഭ്യാസിയായിരുന്നില്ല. David was never an athlete. ഒരു മാർഷ്യൽ ആർട്സോ അല്ലെങ്കിൽ അന്നത്തെ സൈനിക പരിശീലനം ഒന്നും ലഭിച്ച വ്യക്തിയായിരുന്നില്ല. David was never equipped with defense or martial arts. എന്നാൽ ഇടയ ബാലനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. But God decided to choose the shepherd. അവൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയ രാജാവായി മാറുവാൻ ഇടയായി തീർന്നു. And he turned out to be the most famous king of Israel. ഒരു ചെറിയ തുടക്കം, a small start. മൂന്നാമത്തെ കാര്യം, ദൈവം അതിൽ കർത്താവ് അറിയപ്പെടാത്ത 12 പേരെയാണ് ഈ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുവാനായി തെരഞ്ഞെടുത്തത്. And God chose 12 unknown people as to turn over this whole world. കർത്താവ് യേശു ക്രിസ്തു, our Lord Jesus Christ. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരെ ഓരോരെയും ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. And if we look at the qualifications of the 12 that were chosen as disciples by our Lord Jesus Christ, അവരിൽ മിക്കവരും മുക്കുവരായിരുന്നു. and most of them were fishermen. ഒരാൾ ചുങ്കക്കാരനായിരുന്നു. And one was a tax collector. അവരിൽ വലിയ ഭാഷാഭാഷൻ കഴിവോ അല്ലെങ്കിൽ ലിറ്ററേച്ചറോ കഴിവോ ഒന്നുമില്ലായിരുന്ന വ്യക്തികളായിരുന്നു അവരെല്ലാവരും. None of them were great orators or literate. എന്നാൽ അവരെക്കുറിച്ച് പറയുന്നത് അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. And we read of them as they conquered the world. ഇനി അതിനെല്ലാം ഉപരിയായി നമ്മുടെ കർത്താവ് ജനിച്ചത് കാലിത്തൊഴുത്തിലായിരുന്നു. And if not else, we see another example that our Lord Jesus Christ was born in a meadow. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതാണ്, ദൈവം ചെറിയ കാര്യങ്ങളിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. അതിൽ നിന്ന് ദൈവം മഹത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. And our Lord, this is an example that our Lord delights in the small things and takes a pleasure in it. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ റിസോഴ്സസും അല്ലെങ്കിൽ നമുക്ക് എല്ലാ കഴിവുകളും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുകയില്ല.
And that the reason behind that is Lord will not receive the glory if we had the resources and people and everything. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും അവൻ മഹത്വം എടുക്കുകയും ചെയ്യും. And when we start from small things or nothingness, we tend to trust in the Lord a lot more and glorify Him a lot more. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമുക്കൊരു പക്ഷേ നമ്മുടെ ചിന്തയുണ്ടായിരിക്കാം നമ്മൾ ആരായിരുന്നിരിക്കാം എന്ന്. We can have a thought that who could we be? You are not who you were, but you are who God says you are. നിങ്ങൾ ആരായിരുന്നു എന്നല്ല, മറിച്ച് ദൈവം നിങ്ങൾ ആരാണെന്ന് പറയുന്നതാണ് നാം നോക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഒരുപക്ഷെ ലോകം നമ്മളോട് പറയാം നിങ്ങൾക്ക് അതിന് കഴിവില്ല എന്ന്. Maybe the world will tell us that we are not equipped for that. എന്നാൽ സെറുബാബേലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെറുബാബേലിനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന അനേകർ തുച്ഛീകരിക്കാൻ നോക്കി, പരാജയപ്പെടുത്താൻ നോക്കി, അതുപോലെ തന്നെ നിരാശപ്പെടുത്താൻ നോക്കി. We saw, if we look at Zerubbabel, we see that many people at the time tried to discourage him and tried to defeat him. അവന്റെ ചുറ്റും അനേക ജാതികൾ ഉണ്ടായിരുന്നു. And around him there were many people. അനേകർ അവനെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചു, നിങ്ങളെക്കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. Many people tried to discourage him that it was not possible for him to complete this. അതിലും രസം അവന്റെ കൂട്ടത്തിലുള്ളവർ പോലും അവനെ സഹായിച്ചില്ല എന്നുള്ളതാണ്. And even more astonishing is the fact that people who were with him also did not help him. The same way നമുക്കും ഇതെല്ലാം നേരിടേണ്ടി വരും. We might also have to face the same thing. ഒരുപക്ഷേ ശ്രീബാബിനോട് പറഞ്ഞ പോലെ നീ വൈകിപ്പോയി, 70 വർഷം കഴിഞ്ഞു എന്ന് പറയാം. Maybe like Zerubbabel, we might also feel like it's become late and it's 70 years past. നിങ്ങൾ അന്ന് അടിമകളായിരുന്നു എന്ന് പറയാം. We can say that we were slaves at the time. ആ മഹാദേവാലയത്തെ പോലെ ഇനിയൊരു ദേവാലയം പണിതുയർത്താനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്ന് പറയാം. We may look at the fact that we are not equipped to build such a temple as was there before. അതിനൊന്നും നിങ്ങൾ മതിയായവരല്ലെന്ന് ആക്ഷേപിക്കാം. We can say that we are not enough for any of these. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നത് യു ആർ എ ന്യൂ ക്രിയേഷൻ, നിങ്ങൾ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടി ആകുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And in 2 Corinthians chapter 5 verses 17 we read that we are a new creation. കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നത് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നാണ്. And according to the gospel of Matthew chapter 5 verses 14 we read that you are the light of the world. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗിദെയോനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? I'm hoping that you have heard of Gideon. ഉണ്ടോ? ജഡ്ജസിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ ഗിദെയോനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. And in the book of Judges chapter 6 we read about Gideon. ഗിദെയോനെ കുറിച്ച് പറയുന്നത് അവൻ മുന്തിരി ചക്കിന് പുറകിൽ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And we read of Gideon that behind the wine cellar he was grinding the wheat. Not grinding, മെതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ winnowing the ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഗോതമ്പ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ അതിലെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യം, അസാധാരണമായ കാര്യങ്ങളുണ്ടോ? Is there anything spectacular in that? ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? Have you thought about that? പറഞ്ഞു. ഗോതമ്പ് ചക്കിൽ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? മുന്തിരി ചക്കിൽ what you have to do in the wine cellar. മുന്തിരി വൈൻ പിഴിഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ മുന്തിരി ചാറെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. We use the wine cellar to press the wine. അവിടെ ഗോതമ്പ് അതിന്റെ പുറകിൽ പോയി ഗോതമ്പ് മെതിക്കാൻ അവനോട് ആരാ പറഞ്ഞു? സാറിന് ഗോതമ്പ് എവിടെയാണ് മെതിക്കേണ്ടത്? Who told him to go behind it to sieve the wheat? ഗോതമ്പ് മെതിക്കേണ്ടത് എപ്പോഴും ഗോതമ്പ് അതായത് വയലിലാണ്. We have to separate the wheat in the fields. എന്നാൽ ഇവൻ അവിടെ പോയി മെതിക്കാൻ കാരണം ഗോതമ്പ് ചക്കിന് മുന്തിരി ചക്കിന് പുറകിൽ പോയി മെതിക്കാൻ കാരണം അവൻ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മിദ്യാനീരുടെയും അന്യജാതി അവരെ ദ്രോഹിക്കാൻ വന്ന അന്യജാതികൾപ്പെട്ടവരുടെ അവരെ ഭയന്നിട്ടാണ്. He went into the wine cellar to sieve the wheat because he was in fear of the Midianites at the time. കാരണം ഗോതമ്പ് വിളഞ്ഞു വരുമ്പോൾ മിദ്യാനിയർ വന്ന് അവരെ ഉപദ്രവിച്ചിരുന്നു, അവരെ ഓടിച്ച് ഗോതമ്പ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. When the wheat was ready for harvesting, we can see that the Midianites used to attack them. അതുകൊണ്ട് ശത്രുക്കളെ ഭയന്ന് അവൻ മുന്തിരിച്ചക്കിന് പുറകിൽ പോയിരുന്ന ഗോതമ്പ് മെതിക്കുകയായിരുന്നു. And we see that in the fear of his enemies, he went into the wine cellar to sieve the wheat. അപ്പോൾ അങ്ങനെ ഭയന്ന് തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗിദെയോനെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വിളിക്കുകയാണ്,
ഓ വാലിയൻ വാരിയർ. And here we see Gideon, who was doing his job with a heart of fear, that God is calling him, "O Gideon," ഓ വാലിയൻ valiant warrior. അന്ന് വെച്ച് കഴിഞ്ഞാൽ പരാക്രമശാലിയായ ഗിദെയോനെ എന്നാണ് വിളിക്കുന്നത്. He calls him a great warrior. അവൻ എവിടെ ഗ്രേറ്റ് വാരിയർ ആയിരുന്നു, അവൻ എത്ര പരാക്രമശാലിയായിരുന്നു നമുക്കറിയാം. ഭയന്ന് മുന്തിരിച്ചക്കിന് പുറകിൽ പോയി തൻ്റെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. We see the contradiction with Gideon being hiding away in the wine cellar, but yet being called a valiant warrior. എന്നാൽ ദൈവം പറയുന്നത്, ദൈവദൂതൻ പറയുകയാണ്, നിന്റെ ഈ ശക്തിയാലേ നീ പോകുക. The angel of the Lord tells him that to go with the strength that you have. ഗിദെയോന്റെ ശക്തി എന്ന് പറയുന്നത് അവന്റെ ബലമില്ലായ്മയായിരുന്നു. And the strength that Gideon had was his limitation. ദൈവത്തിന് നമ്മളുടെ ശക്തിയുടെ യാതൊരു ആവശ്യവുമില്ല. God does not require us. ദൈവസന്നിധിയിൽ നാം നമ്മുടെ ബലഹീനതയെ അംഗീകരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശക്തി. If we admit our weaknesses in front of the Lord, that is what the Lord says. ദൈവം നമ്മുടെ ബലഹീനതയെ ഉപയോഗിക്കാൻ ശക്തനാണ്. God is capable of using our weaknesses. അതുപോലെ തന്നെ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പത്രോസിനെ കർത്താവ് പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. We read that the Lord tells Peter that you are the rock upon which I will build the church. ഈ പത്രോസ് പാറക്കഷ്ണമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ കർത്താവ് പാറമേൽ പണിയുമെന്ന് തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. Here we see the Lord referring to Peter as a rock, but he refers to him as the rock upon which he will build the foundation of the church. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നാണ്. Here we see the next verse that I will give you the keys of heaven. അപ്പോൾ പത്രോസിന്റെ കയ്യിൽ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ കൊടുക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കും പത്രോസ് വലിയ ആളായിരുന്നു എന്ന്. If we are to think that Apostle Peter was handed the keys, we might think that he is a great person. No, പത്രോസ് ഒരു കേവലം മുക്കുവനും അതുപോലെ തന്നെ വിശ്വാസത്തെ തള്ളി പറഞ്ഞവനുമായിരുന്നു. But we know that Peter was just a fisherman who denied our Lord Jesus. എന്നാൽ കർത്താവ് അവനെയും ഉപയോഗിക്കാൻ ഇടയായി തീർന്നു. But the Lord chose to use him too. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ദൈവത്തിന് ശക്തിയുടെ ഒരാവശ്യവുമില്ല. And that is another reason why we should know that our Lord does not require our strengths. അതുകൊണ്ട് നാം ഇങ്ങനെ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഭാഗവാക്കളാണെന്ന്. We are all part of God's will. നാം കേവലം ഒരു ചർച്ച് അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, We are not just attending a church. നാം ഒരു ഡിവൈൻ മൂവ്മെന്റിന്റെ ഭാഗമായി മാറുകയാണ്. We are all part of a divine movement. നമ്മൾ നമ്മുടെ ബലഹീനതയിൽ തുടങ്ങിയ ചർച്ചാണിത്. We have started this in our weaknesses. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. But there should not be any doubt that the grace of the Lord is with us. എല്ലായ്പ്പോഴും നാം അംഗീകരിക്കുന്നതും ഓർക്കേണ്ടതുമായ കാര്യം ഇതാണ്, സൈന്യത്താലല്ല ശക്തിയാലല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിലാണ് പണിയപ്പെടുന്നത്. Every time that we have to be reminding ourselves that it is not by might nor by power but by the Spirit, and that is what we should remind. മൂന്നാമത്തെ കാര്യം, a church born in fire. The third point would be a church that is born in fire. ഒരു സഭ, ആദ്യ സഭ ജനിച്ചത് തീയിലായിരുന്നു. We see that the first church was founded upon fire. In Act 2 അപ്പോസ്തലരുടെ പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുകയാണ്. We can read that in Acts chapter 2. നമുക്കവിടെ കാണാൻ കഴിയും ആദ്യ സഭ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള കാര്യം. We see how the foundations of the first church was laid. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. We see that the Spirit came upon them on the day of തീനാളങ്ങളുടെ രൂപത്തിലാണ് വന്നത്. We saw that it came in the form of fire. അർത്ഥാൽ തീയിലാണ് ആദ്യത്തെ സഭ ഗുരുത്തത്. And that is how the fire, through fire, the first church was. സഭ ഒരിക്കലും ജനിച്ചത് കംഫർട്ടിലല്ല. The first church was never formed in comfort. അവർ തീയിലൂടെയാണ് കടന്നു പോയത്. They went through fire. We are not building a safe church here. We are not building a safe church. We are building a sent church. We're building a sent church. Sent church. ദൈവത്താൽ അയക്കപ്പെടുന്നതിനുള്ള ഒരു ചർച്ചാണ് നാം പണിയപ്പെടാൻ പോകുന്നത്. We are building a church that was sent by our Lord. ആദ്യ സഭ അങ്ങനെയായിരുന്നു. And that is how the first church was. അവർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. And that enabled them to go all over the world. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെയും ഇവിടെ തീയിലാണ് ജനിപ്പിച്ചത് വേണമെങ്കിൽ പറയാം. We see that even the Spirit of our Lord has built us over here through fire. ഞാൻ ഈ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് തീനാളങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ഇടയായി തീർന്നത്. When I went through this posture, I thought why our Lord appears in fire. Holy Spirit. In Holy Spirit. എന്തുകൊണ്ടാണ്? Why is it so? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you thought about it?
ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ കഴിഞ്ഞ ദിവസം ധ്യാനിക്കാനിടയായി തീർന്നു. I have not thought about it before, but the other day I was thinking about it. ഉണ്ടെങ്കിൽ പറഞ്ഞു, അറിയാമെങ്കിൽ പറഞ്ഞു. സാധാരണ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ദൈവവചനം പരിചയപ്പെടുത്തുന്നത്? How does the Lord introduce the Holy Spirit? പ്രാവിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. It's usually in the form of a dove. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തീനാളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. Here we see that the Holy Spirit is introduced in the form of fire. Why is that so? ഇഗ്നൈറ്റ്. Purifies. അവിടെ കൂടി വരുന്നവരുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ കൊണ്ട് ജ്വലിപ്പിക്കുകയായിരുന്നു. And we see that it's ignited the people who were present at the day. അങ്ങനെയാണ് ആദ്യ സഭ അവിടെ ഉണ്ടായത്. And that is how the first church was. ആ സഭ ആ തീ കൊണ്ട് ലോകമെങ്ങും പോയി കത്തിക്കാനിടയായി തീർന്നു. And it is with that fire that they set ablaze the entire ആ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. We should have the same spirit of fire. ആ തീ കൊണ്ട് നാം കത്തി ജ്വലിക്കണം. And we should be ignited by it. സഭ ആ തീയുടെ പ്രകാശം ലോകമെങ്ങും കാണിക്കണം. And we should show the light of that fire to the world. ആ പ്രകാശമാണ് നാം പരത്തേണ്ടത്. And that light is what we have to. ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ആദ്യം തീയിൽ കുരുത്ത സഭ ലോകമെങ്ങും സഭകൾ സ്ഥാപിക്കാൻ ഇടയായി തീർന്നു. And through that fire we are able to establish churches all over the world. എനിക്കറിയാം, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മൾ ഈ ചർച്ചിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു അഗ്നി കത്തിയിട്ടുണ്ട്. And I am sure that in everyone's heart and fire was ignited when we thought about this new. ആ അഗ്നി എന്നും കത്തി ജ്വലിക്കണം. And that fire should stay alit. അത് ആ അഗ്നി നമ്മുടെ ഹൃദയത്തിൽ കെടാതെ സൂക്ഷിക്കണം. And that we have to protect it, that it does not. അതുകൊണ്ട് നാം അഗ്നിയിൽ കുരുത്തവരാണ്, ഒരിക്കലും തളർന്നു പോകാൻ ഇടയാകരുത്. And that's why we have been refined by that fire. നാം ഈ സഭയിലെ തകർന്നവരെ സൗഖ്യമാക്കുന്ന അഗ്നിയായി മാറണം. And we have to turn that fire into being a comfort for people who are നഷ്ടപ്പെടുന്നവരെ കണ്ടെത്തുന്ന സഭയായി തീരണം. A church that is seeking those who are lost. ഒറ്റപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു കുടുംബമായി മാറണം. A church that seeks the people who are alone. പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പ്രാപ്തിയുള്ള അഗ്നിയുള്ള സഭയായിരിക്കണം. A church that becomes freedom for those who are bonded by sin. ആത്മാവിൽ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാൻ പ്രാപ്തിയുള്ള സഭയായിരിക്കണം. It should be those who are giving life to those who are dead in sin. ഞാൻ പറയട്ടെ, 1000 പേരുണ്ടായിട്ട് കാര്യമില്ല. There is no point in having 1,000 people. ദൈവം കാഷ്വൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരിക്കലും പ്രസാദിക്കുന്ന ആളല്ല. Our Lord does not take delight in casual Christianity. എന്നാൽ ദൈവം പ്രസാദിക്കുന്ന 1-2 പേരിലാണ്. God takes delight in 1 or 2 people. ഞാൻ പറയട്ടെ, അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ, In the Old Testament times, യേശാവിന്റെ കാലഘട്ടത്തിൽ, in the time ഏലിയാവിന്റെ in കാലഘട്ടത്തിൽ, the time of Elijah, നാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ബൈബിൾ ക്ലാസ്സിൽ, അതായത് ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. I mentioned this briefly in the Bible study that there were 7,000 people who did not bend the knee to Baal. ആ 7000 പേരിൽ ദൈവം തെരഞ്ഞെടുത്തത് ഏലിയാവിനെ മാത്രമേ ആയിരുന്നു. And among those 7,000 people, God only chose Elijah. ഏലിയാവിൽ എന്താണ് ഈ പ്രത്യേകത ഉണ്ടായിരുന്നത്? What was so special about Elijah? ഏലിയാവിനെ കുറിച്ച് പറഞ്ഞത് അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. About Elijah, it is said that it is similar. He is a similar man to us. ഏലിയാവ് നമുക്ക് സമസ്വഭാവം, നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. If Elijah was someone like us, എന്നാൽ അവന്റെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു. there was a fire ignited. ദൈവത്തിന് വേണ്ടി എരിയാനുള്ള ഒരു അഗ്നി ഉണ്ടായിരുന്നു. There was a fire that was ablaze in him for the Lord. ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നി തന്നിട്ടുണ്ട്. God has given each of us a fire inside us. ആ അഗ്നി കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. It is our responsibility to not let it go out. നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആ അഗ്നി കൊണ്ടായിരിക്കണം നാം എന്നും യാഗം കഴിക്കേണ്ടത്. And we should give offering with that heavenly fire that is in us. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അഗ്നിയുടെ ആ ബലത്താൽ നാം ദൈവത്തെ ആരാധിക്കണം. We should worship our Lord with the strength that is from the heavenly fire. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, the new church is not a project, it is an altar. And each of us are living sacrifice. റോമൻ ലേഖനം 12:1 പറയുന്ന പോലെ നാം ദൈവത്തിന് സൗരഭ്യവാസനയുള്ള നമ്മുടെ ജീവനെ സമർപ്പിക്കുക. We have, as we read in Romans chapter 12 verses 1, we have to present ourselves as a living sacrifice. ദൈവസന്നിധിയിൽ നാം ആയിരിക്കണം യാഗമായി മാറേണ്ടത്. In the presence of our Lord, we are the ones that have to turn. നാലാമത്തെ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, the fourth point, ഈ നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ ഈ പരിസരത്ത് ദൈവം ഇങ്ങനെ ഒരു സഭ പണിയാൻ ആലോചിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്.
If the Lord has willed to have an assembly over here, there is a plan behind it. ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. There is no need for entertainment over here. ഈ ദേശത്ത് അനേക എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. There's a lot of means of entertainment over here in this place. എന്നാൽ ദൈവത്തിന് ആവശ്യം ഇവിടെ ദൈവത്തിൻ്റെ നാമത്തെ സ്ഥാപിക്കുന്ന ഒരു സഭയാണ്. What the Lord wants is a church that establishes His name. സ്വർഗീയ ശബ്ദം കേൾപ്പിക്കുന്ന സഭ. A church that hears, sounds His heavenly voice. പാവങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന സഭ. A church that gives comfort to the poor. സത്യം പ്രസംഗിക്കപ്പെടുന്ന സഭ. A church that speaks the truth. സ്നേഹം പ്രകടിപ്പിക്കുന്ന സഭ. A church that extends His love. നമുക്കിവിടെ ധാരാളം അനേകരെ കൂട്ടിവരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. We don't have to assemble a great congregation over here. But നമുക്ക് we have to build disciples for Lord. കർത്താവിന് വേണ്ടി ശിഷ്യന്മാരെ പണിയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. We have to make disciples for the Lord. കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ എന്നാണ്. Even the Lord calls out as a small flock. കർത്താവ് വിളിച്ചില്ല എൻ്റെ വലിയ ആട്ടിൻകൂട്ടമേ നിങ്ങളെല്ലാവരും ഓടി വരും എന്ന് പറഞ്ഞില്ല. കർത്താവ് ചെറിയ ആട്ടിൻകൂട്ടമാണ്. He calls us a small flock of sheep. കർത്താവിനറിയാം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണെന്നറിയാം. The Lord knows that those who He has called are few. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരും കുറവായിരിക്കും. And those who stand for the truth will be also limited. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം ഇവിടെ നിലകൊള്ളണം. We should be remaining over here only for the extending of the Lord's kingdom. May we feel small, under-resourced, under-prepared, but that just means you are exactly the kind of people God uses. ദൈവം നമ്മുടെ ഇല്ലായ്മയും കുറവുകളും നമ്മുടെ അൺറെഡിനെസ്സും ഒക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God requires us, even though we might feel like we are under-resourced, under-prepared, and without any means. നമ്മൾ വലിയൊരു സഭയിൽ നിന്നാണ് കടന്നു വന്നത്. We were all members of a bigger assembly. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം നമ്മൾ കുറച്ച് പേരേ ഉള്ളല്ലോ എന്ന്. And sometimes we might feel that we are only few in number. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു ചെറിയ കൂട്ടത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. And when I speak from this pulpit, there is a small congregation. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവിന് ആദ്യത്തെ ഓഡിയൻസായി 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. And in this moment, I would just like to remind you that our Lord Jesus Christ only had 12 in His first. കർത്താവ് ആ 12 പേരെ പഠിപ്പിക്കാൻ 3 വർഷം എടുത്തു. And God took 3 years to teach those 12 people. കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഭവനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. And if we read about our Lord, He spent the most time at homes. കർത്താവ് സിനഗോഗുകളിലോ അല്ലെങ്കിൽ പള്ളികളിലോ അല്ല. Lord never spent more time in the synagogues or in the temples. അതുപോലെ തന്നെ കർത്താവ് ആഴത്തെയാണ് വീതിയേക്കാൾ കൂടുതൽ സ്നേഹിച്ചത്. Our Lord always loved depth rather than width. ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ജ്ഞാനം, the depth in the knowledge of our Lord. ദൈവത്തെക്കുറിച്ച് ഉപരിപ്ലവമായ വീതിയല്ല കർത്താവ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത്. He did not speak of an expansive way. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അന്ന് സെരുബ്ബാബേലിനോട് ദൈവം പറഞ്ഞ പോലെ, ആ 10-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. We see that who despises the day of the small things? The 7 rejoice to see the plumb line in the hand of Zerubbabel. The church is not small, but it's a seed. അതായത് ചർച്ച് ചെറുതല്ല, ബട്ട് ഒരു സീഡ് മാത്രമാണ്, ഒരു വിത്ത് മാത്രമാണ്. Our church is not small, it's just a seed. ഈ ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചർച്ച് തുടങ്ങിയ നിമിഷങ്ങൾ അപ്രധാനമായ കാര്യമല്ല. The moment we started the church is not very important. It's insignificant. It's insignificant. It's sacred. അത് വിശുദ്ധമാണ്. It's sacred. അതുപോലെ തന്നെ you are not ordinary, you are anointed. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരായവരാണെന്നാണ്. We each one of us are anointed by His Spirit, and we are not ordinary. So let us not just start a church, let us become the church. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ചർച്ചിൻ്റെ ഭാഗമായി മാറുകയല്ല, നമുക്കൊരു ചർച്ചായി മാറണം. Let's not become a part of a church, but let alone let's become the church. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. I would like to conclude in this manner. അതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കാതിരിക്കാൻ ശ്രമിക്കാം. Let's try not to despise the small things. അനേക നാളുകൾ കഴിയുമ്പോൾ
after many years. ഈ സഭയും ഒരു വലിയ സഭയായി ദൈവം ഒരുപക്ഷെ തീർക്കും. God willing, this church might also become a big assembly. സയൻ്റെ ഫെയ്ത്ത് അനുസരിച്ച് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് വേറൊരു ബിൽഡിംഗ് മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടയ്ക്കേണ്ടി വരും. And according to Zion's faith, this premises might not be enough by the end of this year. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അന്ന് നമ്മൾ തിരിഞ്ഞു പുറകോട്ട് നോക്കുമ്പോൾ, If in that case, when we look back, നാം അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും, അന്ന് ആ ചെറിയ ദിനത്തിൽ നാം ഉണ്ടായിരുന്നു, നാം അതിൻ്റെ ഭാഗവാക്കായിരുന്നു. we can say with much pride that we were there at the beginning when they laid the foundation. നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, ഐ വാസ് there when that fire started. ആ ഫയർ, ആ തീ ഈ ഭൂമിയിൽ വീണപ്പോൾ, നമ്മുടെ ഹൃദയങ്ങളിൽ വീണപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു, ഞാനും കത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. We can say that we were also present when that fire was ignited for this church. ആദ്യമായി സ്വർഗീയ അഗ്നി കത്തിയപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്ന അഭിമാനത്തോടെ പറയാൻ സാധിക്കും. We can say that we were present there when that heavenly fire was there. അതുകൊണ്ട് ദൈവം ഈ അഗ്നി എന്നും കെടാതെ സൂക്ഷിക്കട്ടെ, ദൈവത്തിൻ്റെ നാമം മഹത്വനായി അതെന്നും കത്തിക്കൊണ്ടിരിക്കട്ടെ. May the Lord enable this fire to never go out and may it burn bright for our Lord always. മോശയെ പോലെ, ദാവീദിനെ പോലെ, ഗിദെയോനെ പോലെ വിശ്വസ്തയോടുകൂടി നിലനിന്നാൽ, നാം ഓരോരുത്തരും നിലനിന്നാൽ ദൈവം നമ്മളുടെ ബലഹീനതയെ ഉപയോഗിക്കും, അവൻ മഹത്വം എടുക്കും. As we heard with David, Moses and Gideon, if we stand strong even with our weaknesses, our God will use us. അനേക നഷ്ടപ്പെട്ട ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ നമുക്ക് സാധിക്കും. God will enable us to deliver many lost souls. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്. I was pondering about this the other day. ട്രാക്ട് കൊടുക്കുന്ന കാര്യവും സുവിശേഷം പ്രചരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Distributing tracts and preaching the gospel. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടാകാനായി തീർന്നു, ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് സുവിശേഷം പറയേണ്ടത്? There was a thought inside me that why should we preach the gospel? എന്തിനാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്? Why is it so? നമ്മുടെ സഭ വളരണം, Our church should grow. അല്ലേ? Yes. അനേക ആത്മാക്കൾ ഇങ്ങോട്ട് കടന്നു വരണം. Many more souls should come before His presence. ആണോ? അങ്ങനെ ഒരു ചിന്തയായിരുന്നു നമ്മുടെ ഉള്ളിലൊക്കെ പുറകിലുണ്ടായിരുന്നത്. There were thoughts like that behind our minds. എന്നാൽ ഞാനിരുന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ചിന്ത തന്നു, നോ, ദാറ്റ്സ് നോട്ട് ദ പർപ്പസ്. When I thought about it, I understood that that is not the purpose. നാം സുവിശേഷം പറയേണ്ടതിൻ്റെ ആവശ്യകത നശിച്ചു പോകുന്ന ഒരാത്മാവിനെ ആ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയായിരിക്കണം. The purpose for why we should preach the gospel should be to save a lost soul. ഒരു ഡോക്ടർ ക്യാൻസർ ബാധിച്ച ഒരു രോഗിയെ ചികിത്സിച്ച് സൗഖ്യപ്പെടുത്താൻ കാരണം എന്താണ്? What is the reason why a doctor would treat a patient who is having cancer? ആക്ച്വലി അവനൊരു നല്ല ഡോക്ടറാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ഫേമസിന് വേണ്ടിയിട്ടല്ല. If he is a good doctor, he would never do it for his own fame. അവൻ്റെ ശമ്പളത്തിന് വേണ്ടിയല്ല. He would never do it for his salary. ഓവർ ടൈമിന് വേണ്ടിയല്ല. He would never do it for overtime. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ UK ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു ഡോക്ടർ, ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ more than 12-13 hours കണ്ടിന്യൂ നിന്ന് സർജറി ചെയ്ത ഒരു ഡോക്ടർ എനിക്കറിയാം. I've seen when in my time in UK of a doctor who stood for 12-13 hours consecutively and did a surgery. ആഹാരമൊക്കെ മറന്ന് ഒരു കോഫി മാത്രം കുടിച്ചുകൊണ്ട് നിന്ന് സർജറി ചെയ്യുക. He forgot about his lunch and just having a coffee he was doing the surgery. അതിനുശേഷം അവിടുന്ന് അദ്ദേഹം പുറത്തിറങ്ങി പോയി. And after that he left that hall. ആ ഡോക്ടറെ പലപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. I used to look at that doctor quite closely. ആ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലൂടെ അയാൾ ഒരു ഗൗണും ഇട്ട് ഇങ്ങനെ ഒരു മാഡ് മനുഷ്യൻ നടക്കുന്ന പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. He used to walk like a madman in the corridors of the hospital wearing a gown. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോൾ അമ്പരന്ന് പോയി. When I looked at his qualifications, I was astonished. ഇന്ന് ലോകത്തിലെ ഏതെങ്കിലും ഡോക്ടർക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആകുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. He had almost all the qualifications any doctor could have at this time. ഒരു പച്ച ഗൗണും ഇട്ട് വട്ട് പിടിച്ചവനെ പോലെ ഈ കോറിഡോറിലെ പുള്ളി രാവിലും വൈകിട്ടും ഇങ്ങനെ നടക്കുന്നത് കാണാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. And I have noticed him walking as a madman in the corridors wearing a green gown. എനിക്ക് തോന്നുന്നില്ല ആ വ്യക്തി ആ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന അവേഴ്സിനുള്ള പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know if he is being remunerated for the hours that he spent in the hospital. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ആ രോഗികളോടുള്ള ആ കമ്മിറ്റ്മെൻ്റ് അല്ലെ സ്നേഹമാണ്,
അല്ലെങ്കിൽ അവരെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹമാണ്. I understand that his commitment is to the patients to save them. അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നാമും നാശത്തിലേക്ക്, നരകത്തിലേക്ക്, നിത്യമായ ശിക്ഷാവധിയിലേക്ക് പോകുന്ന നമ്മളുടെ സഹോദരന്മാർ, സഹജീവികളെ രക്ഷിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തിന് പുറത്തായിരിക്കണം സുവിശേഷം പറയാൻ പോകേണ്ടത്. We should go for preaching the gospel with only the desire to save our dear ones, are the people that we know who are headed to eternal damnation. സഭ വളരുകയോ സഭ വലുതാകുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, let the assembly grow or not grow, become big or not, അത് കർത്താവിൻ്റെ പ്രോമിസും കർത്താവിൻ്റെ കാഴ്ചപ്പാടുമാണ്. that is the promise of our Lord and that is the vision that he has. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. We read that our Lord has says in the scriptures that he will build the church and the power of Hades will not reside over it. എന്നാൽ കർത്താവ് നമുക്കൊരു മിഷൻ തന്നിട്ടുണ്ട്, ലോകത്തെമ്പാടും പോയി സുവിശേഷം പറയുക. But the mission that was given to us is to preach the gospel everywhere. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. Those who believe and is baptized will be saved and those who do not will have a judgment. ശിക്ഷാവധി ഉറപ്പാണ്. Judgment is for sure. സകലരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. Everyone will have to take their place in front of the throne of God. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിട്ടുണ്ട്. Once death has been commended for everyone and judgment. അതുകൊണ്ട് നാം ന്യായവിധിയിൽ നിന്നാൽ ശിക്ഷാവധിയിലേക്ക് പോകേണ്ടി വരും. If we stand in that judgment, we will have to go into punishment. എന്നാൽ ആ ശിക്ഷാവധിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ താക്കോൽ തന്നിട്ടുണ്ട്. But to save them from that wages of sin, God has given us the key. അതാണ് കർത്താവ് പറഞ്ഞ സുവിശേഷം. And that is the gospel. ഈ സുവിശേഷം കേൾപ്പിക്കാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല. And without hearing this gospel, no one will be saved. അതുകൊണ്ട് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ സുവിശേഷം അവരെ ശിക്ഷാവധിയിൽ നിന്ന് രക്ഷിപ്പാൻ. കർത്താവ് ഈ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് അവർക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ രഹസ്യം അവരോട് പറയാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. If the Lord has placed us, it is to preach this gospel to them, to remind them that they have to be saved. അതായിരിക്കണം നമ്മളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം. And that should be our greatest desire inside us. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആ ആഗ്രഹത്തോടു കൂടി വേണം പറയാൻ. When we preach the gospel, it is with that desire that we should be. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്നിരിക്കുന്ന അഗ്നി കെടാതെ നമുക്ക് സൂക്ഷിക്കാം. According to that, let's be mindful that the fire that is within us is not burnt out. ആ അഗ്നി എന്നും കത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. May the Lord enable us to burn brightly for him always. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the Lord's name be glorified. Thank you very much.